കരിസ്മാറ്റിക്കിന് പോവുക. 3-4 ദിവസം കഴിയും മടങ്ങി വരാൻ. 3-4 ദിവസമോ? അതുവരെ ഞങ്ങൾ എന്തോന്ന് ഭക്ഷിക്കും? വിശക്കുന്നവന് ഭക്ഷിപ്പാൻ കൊടുക്കൂ എന്നാണ് ദൈവവാക്യം. എന്റെ പിന്നാലെ വരുന്നവന് വിശക്കുകയില്ലെന്നും ദൈവം പറയുന്നുണ്ട്. നിങ്ങളും എന്റെ കൂടെ പോന്നേര്. പേടിക്കാതെ പപ്പ, ഇത് കണ്ടോ? 1001 പാചക വിധികൾ. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങളേറ്റു. നമുക്ക് ബിരിയാണി വെച്ചാലോ? മട്ടൻ ബിരിയാണി വെക്കാം. പപ്പ, 1 കിലോ ആട്ടിറച്ചി വാങ്ങണം. നമുക്ക് വെജിറ്റബിൾ ബിരിയാണി വെക്കാം. കപ്പ ബിരിയാണി. എടാ, വെജിറ്റബിൾ ബിരിയാണി വെച്ചാലേ പട്ടി പോലും തിന്നുകയല്ല. മട്ടൻ ബിരിയാണി ആകുമ്പം അവസാനം പട്ടിയെങ്കിലും തിന്നും. അത് ശരിയാ. അപ്പൊ സമയമാവുമ്പോ നീ വന്നേക്കണം കേട്ടോ. പപ്പ, ഇവിടെ ഉപ്പില്ല. അതിന് കിടന്ന് കാറുന്നത് എന്നാത്തിനാ? അയൽപക്കത്തൊന്നും വീടുകളില്ലേ? എന്നാ വേണം? കുറച്ച് ഉപ്പ് വേണമായിരുന്നു. ഉപ്പ് മാത്രം മതിയോ? വെള്ളം കൂടി വേണ്ടേ ഉപ്പ് കലക്കാൻ? നോണം കെട്ട വർഗം. എന്തായാലും വന്ന ശരിക്ക് ഈ സിനിമ കൂടി കണ്ടേച്ചു പോവാ. അതായത് മനസ്സാന്നിധ്യം, അതാണ് ഏതൊരു പൗരനും വേണ്ടത്. മുങ്ങാൻ പോണവന്റെ കയ്യിലെ കച്ചിത്തുരുമ്പെന്ന് നമ്മളെല്ലാം ഒരുപാട് പറഞ്ഞു കളയാറുള്ളതാണ്. എടാ, നിങ്ങളുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. എന്തോ കരിഞ്ഞു മണക്കുന്നു. ചട്ടി അല്ലാതെ എന്നാ ഉണ്ടടാ അവിടെ കരിയാൻ? പപ്പ, വിഷമിക്കണ്ട. ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെ അതെ, വളിച്ചുപോയ കറി ശരിയാക്കാൻ 10 വഴികൾ, മോര് കനച്ചു പോയാൽ ചെയ്യേണ്ട വിധികൾ. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ആ, എന്താന്ന് വെച്ചാ ചെയ്യേ. ഹായ്, നല്ല സുന്ദരം ബിരിയാണി. നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തടി? നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. പപ്പ, എന്താ പാടിയത്? ഹോട്ടലിലെ ബില്ല്. ബിരിയാണി വാങ്ങിയേണ്ടിയാ. അപ്പം കരിഞ്ഞുപോയ ബിരിയാണിക്ക് പ്രതിവിധി പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടോ? പാചകവസ്തു കരിഞ്ഞുപോയാ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കണമെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദേ നോക്ക്. ഇത് നീ എഴുതി വെച്ചതാണല്ലോടി. അതാണല്ലോ ഞാൻ പറഞ്ഞത്, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്. എങ്ങോട്ടാ ശാരദാമ്മ രാവിലെ? ഒന്നും പറയണ്ട എന്റെ പ്രസിഡന്റെ. വീട്ടിലെ കോഴിയെ കട്ടോണ്ട് പോയതിന് കാവിലമ്മയ്ക്ക് ഒരു നേർച്ചയും കൊണ്ട് ചെന്നതാ. അവിടെ ചെന്നപ്പോ കാവിലമ്മയെ ആരോ കട്ടോണ്ട് പോയിരിക്കണു. ആട്ടെ, പ്രസിഡന്റ് എങ്ങോട്ടാ? പള്ളിയിലേക്കൊന്ന് പോകുക, സ്വർഗരാജ്യം കാണുക. അതാ ഇനി ലക്ഷ്യം. നരക ഇതിനകം കണ്ടു കഴിഞ്ഞു. ഈ ആഴ്ച പള്ളിയുടെ കേടുപാട് തീർക്കാൻ വേണ്ടി പിരിവെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച രൂപതാനിധിയിലേക്കുള്ള പിരിവായിരുന്നു. അതാണല്ലോ രൂപത എന്ന് പറയുന്നത്. വരുമാനത്തിന്റെ 10-1 പള്ളിക്ക് കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞേ. എന്തിനാ 10-1? 100-1 തന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാ. പള്ളിക്കാര്യത്തിനല്ലേ. പ്രിയ കുഞ്ഞാടുകളെ, ഈ കഴിഞ്ഞ ഭൂമി കുലുക്കത്തില് നമ്മുടെ പള്ളിക്കുണ്ടായ കേടുപാടുകൾ തീർക്കാൻ ആവശ്യമായ പണികൾ അടിയന്തരമായി നടത്തിയിട്ടിരിക്കുന്നു. ആയതിലേക്കായി നിങ്ങൾ ഓരോരുത്തരും നൽകാൻ പോകുന്ന സംഭാവനകൾ ഇവിടെ പ്രഖ്യാപിക്കണം. 10 രൂപ. 10 തേങ്ങ. ഞാൻ 15 രൂപ. ഒരു കോഴി. കഷ്ടം. 1 മണിക്കൂർ വായിട്ടല്ല ചേച്ചി കിട്ടിയത്. മൊത്തം 75 രൂപയാ. പള്ളി പണിയാനുള്ള കാശിനി എവിടുന്നുണ്ടാക്കും കർത്താവേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നതാ കാര്യം? പള്ളി പുതുക്കി പണിയുന്നതിന് വേണ്ടി എന്റെ വക സംഭാവന തരാൻ വന്നതാണ് അച്ചു.
എത്രയാ എഴുതേണ്ടത്? അച്ചോ, ഒരു 10,000 രൂപ എഴുതിക്കോളൂ. ഇതാ കാശ്. പ്രൈസ് ദ ലോർഡ്. ഇല്ലച്ചോ, ഞാൻ ലോഡൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയ സ്ത്രീയെ അറിയൂടോ കപ്പ്യാരെ? അതവളല്ലേ മറിയക്കുട്ടി? എടോ, അവള് പള്ളിക്ക് വേണ്ടി 10,000 സംഭാവന ചെയ്തത്. അത് പള്ളിക്ക് ചേർന്ന പണമല്ലച്ചോ. അവൾ ഇത്തിരി പെശക. ഇനിയിപ്പൊ എന്നാ ചെയ്യ? കൈക്കാരനോടൊന്ന് ചോദിച്ചു കളയാം. അത് പള്ളിക്ക് ചേർന്ന പണമല്ലെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. പിന്നെ അച്ഛൻ തന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കും. രൂപ 10,000. ഇടവക യോഗം വിളിച്ചു കൂട്ടിയച്ചും എല്ലാവരുടെ അഭിപ്രായം ആരായാം. എടോ കപ്പിയാരെ, ഇടവക യോഗമുണ്ടെന്ന് നമ്മുടെ പള്ളി ഭിത്തിയിലെ നോട്ടീസ് പതിക്ക്, എല്ലാവരും അറിയട്ടെ. എല്ലാരും പെട്ടെന്ന് അറിയണമെങ്കിൽ കള്ളുഷാപ്പിന്റെ വാതിക്കലും ഒരെണ്ണം ഒട്ടിക്കണം. അങ്ങനെയുള്ള ഈ പണം വാങ്ങുന്നത് നമ്മുടെ പള്ളിക്ക് ചേരുന്നതാണോ എന്നതിനെ കുറിച്ച് തീരുമാനിക്കാനാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ചേർന്നിരിക്കാൻ. ഇങ്ങോട്ടിരിക്കൂ. ആ കാശിന് ഒരു കുഴപ്പവും ധൈര്യമായിട്ട് മേടിച്ചു. അത് ഞങ്ങളുടെയൊക്കെ കാശ് തന്നെ. അമ്മച്ചി 18കാരി കുളത്തി ചത്തുകിടക്കുന്നു. അവൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞോടാ? അതെ അമ്മച്ചി, കാരീന്ന് പേരുള്ള മീനാ കുളത്തി ചത്തു കിടക്കുന്ന 18 എണ്ണം. എടീ, വിരുന്നുകാരോ വരുന്നുണ്ട്. കുരിശായെന്നാ തോന്നുന്നേ. അല്ല, ഇതാര് കറിയാച്ചനോ? എത്ര കാലമായി കണ്ടിട്ട്. ഞങ്ങളെയൊക്കെ മറന്നിട്ടുണ്ടാകുമെന്നാ കരുതി. ഇന്നൂണ് ഇവിടെ തന്നെ കഴിച്ചേച്ച് പോകാമെന്ന് കരുതി. വല്ലപ്പോഴും വന്നിട്ട് ഒരു ഊണ് പോലും കഴിക്കാൻ നിന്നില്ലെങ്കിൽ വക്കീലി ചേട്ടൻ എന്നാ വിചാരിക്കും? കർത്താവേ, എന്നാ എടുത്തിട്ട് ഊണ് കൊടുക്കാനാ? ചമ്മന്തി മാത്രം ഉണ്ട്. അതെ, നമ്മുടെ പഴയ നമ്പർ തന്നെ നമുക്കെടുക്കാം. എടാ ബോബാ, ആ കോഴി ഒന്ന് പിടിച്ചേടാ. കറിയാച്ചിന് എത്ര നാളുകൂടിയോ ഒന്ന് വന്നത്. എന്തെങ്കിലും വായിക്ക് രുചിയായി കൊടുക്കണ്ടായോ? ഓ പാവം കുട്ടികള്, അവരെ വെറുതെ ഇട്ട് ഓടിക്കാതെ പെങ്ങളെ. ഉള്ള കറിയൊക്കെ മതി, കോഴിയൊക്കെ പിന്നെ ഒരിക്കലാകാം. ഹാവൂ, അങ്ങനെ ഇന്ന് രക്ഷപ്പെട്ടു. കറിയാച്ച സന്തോഷായിട്ടാ പോയത്. നീ കോഴി എങ്ങാനും കേറി പിടിച്ചു കളയോന്നായിരുന്നു എന്റെ പേടി. ഏതാണ്ട് 10 അടിയെങ്കിലും അകലമിട്ടാ ഓടിയ. വേണ്ടമ്മച്ചി, 2 പേര് വരുന്നുണ്ട്. കർത്താവേ, മേഴ്സിയും കെട്ടിയവനല്ലേ ആ വരുന്നത്? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വരവാ. നിങ്ങൾക്കൊരു വിരുന്ന് തരണോന്ന് അന്നേ കരുതിയതാ. നിങ്ങൾ വരുമ്പോഴത്തേക്കേ കോഴിയെ പട്ടിയെങ്ങാനും പിടിച്ചാലോന്നായിരുന്നു എന്റെ പേടി. എടി മോളി, ആ കോഴി ഒന്ന് പിടിച്ചേടി. ബോബാ, നീ കൂടി ചെല്ലടാ. വേണ്ട ആന്റി, കോഴിയൊന്നും ഇനി പിടിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ എന്താ, ഇവിടെ കോഴി തിന്ന് വയറിന് നല്ല സുഖമില്ല. ആന്റി സിമ്പിൾ ആയിട്ട് വല്ലതും എടുത്താ മതി. പപ്പായ്, തോമാച്ചനല്ലേ ആ വരുന്നത്? എടിയേ, ആ പിള്ളേരോട് കോഴിയെ പിടിക്കാൻ പറ. തോമാച്ചൻ ഇന്ന് ഊണ് ഇവിടുന്നാകട്ടെ. നിങ്ങളിങ്ങനെ എത്ര നേരമായിട്ട് ഓടുന്നേ വക്കീലേ? ഈ പിള്ളേരായിട്ട് ഇങ്ങനെ ഓടിക്കാതുള്ളൂ. ഓ, അത് സാരമില്ല തോമാച്ച. ഇവിടെ വന്നിട്ട് തോമാച്ചൻ ഒരു കോഴിക്കറി തന്നില്ലേ പിന്നെ പെണ്ണും പിള്ളയ്ക്ക് ഒരു മനസമാധാനം കാണത്തില്ല. എന്നാൽ ഒരു വഴിയുണ്ട്. അയ്യോ, എന്റെ കോഴി! കർത്താവേ, ഈ കോഴിയെ കൊണ്ട് എത്ര പേരെ വിരുന്നൂട്ടിയതാ. ഞാനിനി എന്നാ ചെയ്യും? കോഴി പോയത് പോട്ടെന്ന് വെക്കാം. ആ മറുതായോട് എന്നാ സമാധാനം പറയും? അപ്പൊ ഇത് നമ്മുടെ കോഴി അല്ലയോടി? അതിന് നമുക്ക് എവിടുന്നാ കോഴി? ഇത് അപ്പുറത്തെ ചേട്ടത്തിയുടെ കോഴിയാ. എടി മോളിയേ, എന്റെ കോഴി എവിടെങ്ങാനും നിക്കുന്നോടി.